സമീപത്ത് CPIM-ന്റെ നിയന്ത്രണത്തിലുള്ള ഊരുട്ടമ്പലം സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് പരാതി. ബോർഡ് അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് രേഖയില്ലാതെ പണം നൽകിയെന്നാണ് ആരോപണം. സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലും ക്രമക്കേട് കണ്ടെത്തി. ബാങ്കിലെ നിക്ഷേപകരറിയാതെ ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും പണം നൽകിയതായാണ് പരാതി. ബാങ്കിലെ MDs എന്ന ചിട്ടിപ്പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. സംഭവത്തിൽ നിക്ഷേപകരും കോൺഗ്രസ് വാർഡ് അംഗങ്ങളും സഹകരണ രജിസ്ട്രാറിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടത്തി. നിക്ഷേപകരായ മഹാലക്ഷ്മി, അഭിരാമി, രേവതി, രാജശ്രീ എന്നിവരാണ് പരാതിക്കാർ. അവിടുത്തെ ഡെയിലി കളക്ഷൻ ഏജന്റായ ശ്രീരേഖ എടുത്ത് തുടർന്ന് കെട്ടുകയും അത് മോളടച്ച തുകയിൽ നിന്നും 90% ലോണ് ശ്രീരേഖ എടുത്തതായി കണ്ടു. അപ്പം മകളുടെ പേരിലാണല്ല. അപ്പം ഞങ്ങളുടെ ബാധ്യത തീർത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം പ്രസിഡന്റ് സെക്രട്ടറിയും മാപ്പ് പറഞ്ഞ് ഒരിക്കലത്തേക്ക് മാപ്പാണ്, ഞങ്ങൾ പൈസ തരും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഞങ്ങൾ അങ്ങനെ ARന് പരാതി കൊടുക്കും. 100 ചിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ 39 ചിട്ടി കെട്ടി. ഇന്ന് വരെ ആ പൈസ കിട്ടിയിട്ടില്ല. കൊടുത്ത ആൾ ആ പൈസ അങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. അത് ചിട്ടിയുടെ പൈസ അവർ എടുത്തതാണ്. അത് നമ്മളറിയാതെ ഡിസംബർ മാസം 5-ാം തീയതി വ്യാജ ഒപ്പിട്ട് അതിൽ നിന്ന് പൈസ പണാപകരണം നടത്തിയിരിക്കുകയാണ്. സെക്രട്ടറിയും പ്രസിഡന്റും ബോർഡ് മുഖന്മാരും ക്യാഷ്യറും അറിയാതെ ഈ പൈസകളൊന്നും പോവില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും ഒരു നടപടിയുമില്ലെന്ന് സഹകാരികൾ. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരാതി ചെവിക്കൊണ്ട മട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. ബാങ്ക് ഓരോ വർഷവും കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പരസ്പര ജാമ്യത്തിൽ വായ്പ അനുവദിക്കാവുന്നത് പരമാവധി 5000 രൂപയായിരിക്കെ ലക്ഷക്കണക്കിന് രൂപ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരുടെ പേരിൽ പരസ്പരം ജാമ്യം നിൽക്കുന്നതായി കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ അവിടെ വായ്പ കൊടുത്തിരിക്കുന്നു. ബാങ്ക് നിക്ഷേപകരുടെ വ്യാജ ജാമ്യപത്രം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നും സ്ഥലത്തില്ലാത്തവരുടെ പേരിലും പണം കൈപ്പറ്റിയെന്നുമാണ് പ്രധാന ആരോപണം. നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. കണ്ടലയിലും കരുവന്നൂരിലും നടന്ന പോലെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് സഹകാരികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം.